മറ്റൊരു നവംബർ 19 കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലൊരു നവംബർ 19 1728 ഇന്നത്തെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ മണികർണിക താംബെ ജനിക്കുന്നത്. മറാത്ത സാമ്രാജ്യത്തിലെ ഒരു സുപ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന മൊറോപ്പൻ താംബെയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭഗീരഥയുടെയും മകളായിട്ടാണ് മണികർണിക ജനിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ചില നാടോടി കഥകൾ പറയുന്നത് ഇങ്ങനെയാണ്. 1857 ചില പ്രധാന കലാപകാരികളായിരുന്നു താന്തിയ തോപ്പയും അതുപോലെ നാനാ സാഹിബ് പേഷ്വയും. ഇവർ രണ്ടുപേരും മണികർണികയുടെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു എന്നാണ് ഈ നാടോടി കഥകൾ പറയുന്നത്. ഝാൻസി എന്ന നാട്ടുരാജ്യത്തിൻ്റെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ ജീവിതസഖിയായിട്ടാണ് മണികർണിക ഝാൻസിയിലേക്ക് എത്തുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് എത്തിയപ്പോഴാണ് അവർ റാണി ലക്ഷ്മിബായി എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിക്കുന്നത്. ഈ ദമ്പതികൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നുണ്ട്. എന്നാൽ നന്നേ ചെറുപ്പത്തിലെ ഈ കുട്ടി മരണപ്പെടുന്നു. അങ്ങനെ അവർക്ക് കുട്ടി ജനിക്കുന്നില്ല. 1853 താൻ മരിക്കുന്നതിന് മുമ്പ് ഗംഗാധർ റാവു തൻ്റെ ബന്ധുവിൻ്റെ ഒരു ആൺകുഞ്ഞിനെ ദത്തെടുക്കുന്നു. അതാണ് ദാമോദർ റാവു. നമുക്കറിയാം 1848 1856 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു ഡൽഹൌസി എന്ന് പറയുന്ന വ്യക്തി. ഈ ഡൽഹൌസി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോളിസികളിലൊന്നാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ ഈ നിയമപ്രകാരം ദത്തുപുത്രനായിട്ടുള്ള ദാമോദർ റാവുവിന് അധികാരം നഷ്ടപ്പെടുന്നു. ഝാൻസി എന്ന് പറയുന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബലമായിട്ട് പിടിച്ചെടുക്കുന്നു. ഭർത്താവ് മരണപ്പെട്ടാൽ സ്ത്രീകൾ പൊതുവേ ലൗകിക ജീവിതമൊക്കെ ഒതുങ്ങിക്കൂടുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. അന്നത്തെ കാലഘട്ടത്തിൽ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വനിതയാണ് റാണി ലക്ഷ്മിബായി. 1858 ഝാൻസി എന്ന് പറയുന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർ വളഞ്ഞപ്പോൾ തൻ്റെ മകനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് കെട്ടി ബ്രിട്ടീഷുകാരോട് പോരാടി അവരെ അരിഞ്ഞു വീഴ്ത്തിയ ആ ഒരു വ്യക്തിത്വം ഇന്നും നമ്മളിൽ ആവേശമുണർത്തുന്നുണ്ട്. ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒരു പ്രതിബിംബമായിട്ടുള്ള ആ ധീരവനിത 1858 ജൂൺ 18 ഇന്നത്തെ ഗ്വാളിയോറിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഝാൻസി റാണിയെ തോൽപ്പിച്ച് ഝാൻസി എന്ന് പറയുന്ന നാട്ടുരാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷ് ഓഫീസറാണ് ഹ്യൂ ഹെൻറി റോസ്. അദ്ദേഹം റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് നല്ല വ്യക്തിത്വമുള്ള ബുദ്ധിമതിയും സുന്ദരിയുമായ 1857 കലാപകാരികളിൽ ഏറ്റവും അപകടകാരിയായ നേതാവ് എന്നാണ്. ഝാൻസിയുടെ റാണിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും കമൻ്റായിട്ട് പറയണം. സാക്ഷാൽ ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത് ആരെയാണ്? ഇതുകൂടാതെ ലക്ഷ്മിബായിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതും